ഹലോ. ഇന്ന് രാവിലെ തന്നെ അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സോഫ കവറൊക്കെ റെഡിയാക്കി എന്നിട്ട് അടിച്ച് വാരി തുടച്ചു. ഒന്നാമതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അടിച്ച് വാരാനാണ് ബുദ്ധിമുട്ട്. ഈ മക്കൾ കുറേ സാധനങ്ങൾ നിലത്ത് അവിടെ ഇവിടെയൊക്കെ പോയി എടുത്തിടും. അവർ പിന്നെ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും എടുത്തേക്കില്ല. പിന്നെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം അടിച്ച് വാരാൻ. അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് തുട കഴിയും. അങ്ങനെ തുടയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുട്ടുണ്ടാക്കി, ചായയും ഉണ്ടാക്കി. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായതിനെ കൊണ്ട് അത് തിളപ്പിച്ച് ചായ കഴിച്ചു. ചായ കഴിച്ചതിന് ശേഷം അലക്കാനിട്ടിരുന്നു. അലക്കാനിട്ടതൊക്കെ അയലത്ത് വിരിച്ചിട്ട് അതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കാൻ പോയി. ചോറിന് അരി വെച്ചു. ചോറ് റെഡിയാക്കിയതിന് ശേഷം പിന്നെ കുളിക്കുമ്പോഴേക്കും ഒരു നേരമായിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 1 മണിയോട് അടുത്തിട്ടുണ്ട് കുളിക്കാൻ പോകുമ്പം. കുളിച്ചതിന് ശേഷം ഇന്ന് ഒരു സ്പെഷ്യൽ കറിയാണ് വെക്കാൻ പോകുന്നത്. കടച്ചക്ക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്നറിയില്ല. ഇവിടെ കടച്ചക്ക എന്നാണ് പറയാം. കടച്ചക്ക നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണാക്കി മുറിക്കാൻ നടു കീറാൻ കുറച്ച് പാടാട്ടോ. നല്ല സ്ട്രോങ് ആണ്. ഒന്നാമത് എനിക്ക് കുറച്ച് ശക്തി കുറവുള്ളതിനെ കൊണ്ടായിരിക്കാമെന്നറിയില്ല. ഞാൻ കുറച്ച് അതൊന്ന് നടു കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. പിന്നെ അങ്ങോട്ട് സിമ്പിളായിട്ട് നമുക്ക് മുറിക്കാം കേട്ടോ. അങ്ങനെ കടച്ചക്കയും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നമ്മൾ പൊട്ടാറ്റോ ഇടാം. കുറച്ച് ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ചേർത്ത് അടുപ്പത്ത് കുക്കറിൽ തിളപ്പിക്കാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ ഇതിന് വറുത്തരച്ചിട്ടാണ് കറി വെക്കുക ഈ കടച്ചക്ക. അതിന് നമ്മൾ തേങ്ങ ചിരവിയിട്ട് പാനിലിട്ടു. കുറച്ച് അതായത് ഒരു 2-3 ഏലക്ക, കറാമ്പട്ട ആൻഡ് കറാമ്പൂ, ഇതും പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും ആണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് വറുത്ത് നന്നായിട്ട് ചുവന്നൊരു പരുവാകുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇടാം കേട്ടോ. എന്നിട്ട് അത് തണയാൻ വേണ്ടി വെച്ചിട്ട് കുറച്ച് തണഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് അടച്ച് നല്ല പേസ്റ്റ് പോലെയാക്കിയിട്ട് ഈ കടച്ചക്കയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വറവിടുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഞാനങ്ങനെ എല്ലാ കറിക്കും വറവിടില്ല. ചില കറികൾക്കുള്ളൂ. ഇത് ഓൾറെഡി വറുത്തരച്ച് വെച്ചതിനെ കൊണ്ട് ഞാൻ വറവിട്ടില്ല. അതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും ചേർക്കാറുണ്ടല്ലോ, എന്നിട്ടാണല്ലോ വറുക്കാറ്. പിന്നെ ഞാൻ വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരിയാണ് വെച്ചത്. ആ സമയമാണ് കൊണ്ടിട്ട് വെണ്ടയ്ക്കേൻ്റെ ഉപ്പേരി വെച്ചത്. കാരണം ഇനി കുറഞ്ഞ സമയമുള്ളൂ. മോൾക്ക് 2:45 ആകുമ്പോഴേക്കും മോളെ അംഗനവാടിയിൽ സെൻഡ് ഓഫിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഇതുണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം അവിടെ എത്താൻ. കുറച്ച് നടക്കാനുണ്ട്. ഇന്ന് ഏട്ടൻ ഉണ്ടാവില്ല. നേരത്തെ ആയതിനെക്കൊണ്ട് ഏട്ടൻ അവളെ 3:30 ആകുമ്പോൾ കൂട്ടാനുള്ള സമയമാകുമ്പോഴായിരിക്കും ഏട്ടൻ വരിക. അങ്ങനെ വേഗം വെണ്ടക്ക ഉപ്പേരി വെച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചു. ഞാനും മോളും കൂടി ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അംഗനവാടിയിൽ പോയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ടുവന്നതിന് ശേഷം ഏട്ടൻ ലേറ്റ് ആയതിനെക്കൊണ്ട് മോളെ സ്പോർട്സിന് കൊണ്ടുപോയത് ഞാനാണ്. എന്താ വെച്ചാൽ ഞങ്ങൾ ഓട്ടോവിന് വിളിച്ച്. ഒന്നാമത് ഇവിടെ ബസ് കുറവാണ്. നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. അപ്പം വേഗം ഓട്ടോ വിളിച്ച് മോളെ സ്പോർട്സിന്, അതായത് ബാസ്കറ്റ് ബോളിന് കൊണ്ടാക്കി. അവിടെ കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നേരം തസീൻ്റെ കളിയൊക്കെ കണ്ട് കുത്തിരുന്നു. മോളെയും കളിയൊക്കെ കണ്ടെത്തിരുന്നു. പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. ബായ്.